ശരി, അത് ശ്രീ വെമ്പാനസി, അത് തിരിച്ചറിഞ്ഞില്ലായെങ്കിൽ പാർട്ടിക്ക് തന്നെ കൃത്യമായ നാശം. വിലയിരുത്തലാണല്ലോ. കാരണം ഈ രീതിയിൽ പാർട്ടിയെ നയിച്ചുകൊണ്ട് നിയമസഭയിൽ നയിച്ചുകൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോയാൽ ഈ പറയുന്ന ഗതികേടായിരിക്കും പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ ബഹുമാനായ ശ്രീജിത്ത് പണിക്കരും അതുപോലെ ഷാക്കറും ഈ കബഡി നിരത്തി ജോൾസിൻ്റെ പണി തൽക്കാലം നിങ്ങൾ എടുക്കണ്ട. അത് 2026 LDF കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഭരണം നഷ്ടമായി എന്ന് പറഞ്ഞ് ഈ പാർട്ടിയുടെ ചരമഗീതം നിങ്ങളാരും കുറിക്കണ്ട. മനസ്സിലായില്ലേ? ഈ പാർട്ടി പൂർവാധിക ശക്തിയായി ഈ പാർട്ടി അടുത്ത 5 വർഷം ഈ പാർട്ടി അധികാരത്തിൽ വരും. മുമ്പും അനുഭവങ്ങൾ അങ്ങനെയാണ്. ഈ പാർട്ടി ആദ്യമായിട്ടല്ലല്ലോ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായത്. 5 വർഷം LDF ഭരിക്കും, അടുത്ത 5 വർഷം UDF ഭരിക്കും, അതിൻ്റെ അടുത്ത 5 വർഷം UDF ഭരിക്കും, അതിൻ്റെ അടുത്ത LDF. അങ്ങനെയാണല്ലോ കഴിഞ്ഞ തവണയാണല്ലോ ആ ടേണ് തെറ്റിച്ചുകൊണ്ട് തുടരെ 10 വർഷം പിണറായി സർക്കാർ ഭരിച്ചത്. അതുകൊണ്ട് ഈ പാർട്ടിക്ക് ചരമഗീതം നിങ്ങൾ തൽക്കാലം നിങ്ങൾ എഴുതണ്ട. ഈ പാർട്ടി പൂർവാധിക ശക്തിയായി ഈ പാർട്ടി കേരള മണ്ണിൽ ഈ പാർട്ടി താഴ്ച വളരുക തന്നെ ചെയ്യും. കാരണം അല്ല, പ്രസംഗമല്ല. കാരണം എന്താണ്, ഈ കേരളം ഒരു ഇടതുപക്ഷ ചായ്വുള്ള മണ്ണാണ് സാർ. ഈ പണ്ട് മുതലേ ഈ കേരളത്തിൻ്റെ ഒരു ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഒരു മലയാളികൾക്ക് ഒരു ഇടതുപക്ഷ ചായ്വുണ്ട്. പിന്നെ കഴിഞ്ഞ നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് നമുക്ക് LDF 35 സീറ്റ് കിട്ടും. കാരണം മലയാളികൾ വികസനം നോക്കിയില്ല. മലയാളികൾ ഈ 10 വർഷം പിണറായി സർക്കാർ നടപ്പിലാക്കിയ വികസനങ്ങൾ മലയാളികൾ നോക്കിയില്ല. അവർ ശരീരഭാഷയും ആംഗ്യഭാഷയും ഡയലോഗും അതുപോലുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് മലയാളി നോക്കി വോട്ട് ചെയ്തു. അതുകൊണ്ട് നമ്മൾ പുറത്തുപോയി. വികസനം നോക്കിയിരുന്നുവെങ്കിൽ മൂന്നാമതും ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമായിരുന്നു. കാരണം നമുക്കറിയാം, വർഗീയ സംഘർഷമില്ലാത്ത 10 വർഷമല്ലേ കഴിഞ്ഞു പോയത്. തിരുവനന്തപുരം മുതൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചർച്ച ഇതുവരെ അതൊന്നും പറയാത്തത്? ആന്റണി ഇവിടെ മുഖ്യമന്ത്രി കലാപം നടന്നിട്ടില്ലേ? എത്ര കലാപമാണ് നടന്നത്? ജനങ്ങൾ സാറേ പറഞ്ഞു 10 വർഷം. ഞാനെന്താ 10 വർഷം ഒരു ചെറിയ പറഞ്ഞത്. എൻ്റെ സുപ്രിയ സുഹൃത്ത് ഷാക്കർ പറയട്ടെ, അത് ശ്രീജിത്ത് സാറിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു ചെറിയ മതസ്പർദ്ധ, ചെറിയൊരു വർഗീയ ഒന്നും നടന്നിട്ടില്ല. അത് തന്നെ വലിയ കാരണം മുമ്പ് അങ്ങ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മുമ്പ് വർഗീയ സംഘർഷം ഇല്ലാതെ ആരും ഇവിടെ ഭരിച്ചിട്ടില്ലായിരുന്നു. മുമ്പ് UDF ആന്റണി വർഗീയ സംഘർഷം ആറാടും 1ാം കലാപം 2ാം കലാപം നടന്നത്, ശാന്തിയിൽ വെടിവെപ്പ് നടന്നത്, അവിടെ മുത്തങ്ങ സംഭവം നടന്നത്, അതൊക്കെ നോക്കണം. വെടിവെപ്പൊക്കെ നടന്നത്. പക്ഷേ ഈ 10 വർഷം എവിടെയെങ്കിലും ഒരു വെടിവെപ്പ് നടന്നോ? എവിടെയെങ്കിലും അവർ 2 പേര് കൊല്ലപ്പെട്ടോ? എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒന്ന് അത് ശാക്കർ ഒന്ന് പറയണം. ഇല്ല. അതുപോലെ നമ്മുടെ ഈ തലസ്ഥാനത്ത് ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ ഇതാ നമ്മുടെ തലസ്ഥാനത്ത് വിഴിഞ്ഞത്ത് വരെയാണ്. ഇത് ആരാണ് ഈ ഫണ്ട് അനുവദിച്ചത്? ആരാണ് കൊണ്ടുവന്നത്? ഈ പിണറായി സർക്കാരിൻ്റെ ആർജവത്തിൻ്റെ ഫലമായിട്ടാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കിയത്. ആ ശത്രുക്കൾ പോലും സമ്മതിക്കുന്നതില്ലേ? പിന്നെന്താണ്, അദ്ദേഹം അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ. പിണറായിക്ക് അഭിനയിക്കാറ്. ഉമ്മൻചാണ്ടി സാറിനെ, ഉമ്മൻചാണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയെ പോലെ എന്താണ്, ഓരോരുത്തർക്ക് അവരുടെ ശരീരഭാഷ കാണും, സ്വഭാവ രീതി കാണും. ഇദ്ദേഹം സാധാരണ ഒരു മനുഷ്യൻ. ഇപ്പം ഞാൻ ചില സമയത്ത് ഞാൻ ദേഷ്യപ്പെടാറുണ്ട്, ഞാൻ ചിലപ്പോൾ ചിരിക്കാറുണ്ട്, ചില സമയത്ത് ഞാൻ വിനയത്തോടുകൂടി ഞാൻ ചിലപ്പോൾ എനിക്ക് അറിയാൻ എനിക്ക് അഹങ്കാരം വരും. അതെല്ലാവർക്കും അങ്ങനെയാണ്. അതുപോലെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ പിണറായി വരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി സംസ്കാരം വേറെ, ഉമ്മൻചാണ്ടിയുടെ വളർന്നു വന്ന സംസ്കാരം വേറെ, രണ്ട് ശൈലിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ 10 വർഷം ഈ നമ്മളെന്താണ് വികസനങ്ങൾ നോക്കുക. വികസനത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിണറായി ഈ കേരള മണ്ണിൽ നടപ്പിലാക്കി എത്ര വികസനങ്ങൾ. ഈ ഷാക്കറിൻ്റെ പാർട്ടിയല്ലേ ഈ UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തദ്ദേശ സ്വയം ഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി അദ്ദേഹം ദേശീയ പാതയ്ക്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് പരാജയപ്പെട്ടു പോയാണ്. 40 വട്ടം നിങ്ങൾ പറഞ്ഞിട്ട് അവിടെയാണ് ദേശീയ പാത. അതൊന്നും ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല. സഖാക്കൾ തന്നെയാണ് CPM-നെതിരെ വോട്ട് ചെയ്തത്, LDF-നെതിരെ വോട്ട് ചെയ്തത്. സഖാക്കൾ തന്നെയാണ് അങ്ങനെ ചെയ്തത്. കാരണം പിണറായി വിജയൻ ഭരണത്തിൽ തുടരണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അത് പാർട്ടിക്ക് കോട്ടമാകുമെന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ടാണ് അവർ വോട്ട് ചെയ്തത്. സഖാക്കൾ തന്നെയാണ് വോട്ട് ചെയ്ത് തോൽപ്പിച്ചത്. എന്നിട്ട് നിങ്ങൾ ഇനിയും ഈ കാര്യം, ഈ വികസനം കാര്യമില്ല. ചേഞ്ച് വേണമത്രേ. മലയാളികൾക്ക് ഒരു ചേഞ്ച്, ഒരു മാറ്റം വേണമത്രേ. അതുകൊണ്ടാണ് ഇപ്പൊ വകുപ്പിൽ ഇതുവരെ തീരുമാനമായില്ല. നന്നായി ഭരിക്കട്ടെ, 5 വർഷവും ഒരു കുഴപ്പമില്ല. ഞാനത് ആകെ ഒരു മലയാളി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കാം, നന്നായി ഭരിക്കട്ടെ. സതീശൻ അവരുടെ പേരിൽ നന്നായി ഭരിക്കട്ടെ. പക്ഷെ എത്രത്തോളം മുന്നോട്ട് പോകുന്നു തോന്നുന്നില്ല. കാരണം വകുപ്പിന്റെ പേരിൽ ലത്തീൻ സഭ തുറമുഖം അല്ല, ഫിഷറീസ്
മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ ഇത് ചർച്ച. പിന്നെ അതുപോലെ മുസ്ലിം ലീഗിന്റെയും അതുപോലെ അഭ്യാസം നമുക്ക് ജാതി വീതം ശിവഗിരിയിൽ നിന്ന് 6-7 മന്ത്രിമാര് ഇവിടെ ശിവഗിരിയിൽ വരുന്നു പോകുന്ന ഒരു 6 പേര് ജയിച്ച് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒന്ന് മന്ത്രിയാക്കി ഒന്ന് വിട്ടേക്കണേ. ഇത് LDF സർക്കാർ ഭരിച്ചുകൊണ്ട് നിന്നുമ്പോൾ ഇതുപോലെ മത നേതാക്കൾ ഇതുപോലെ കത്തയക്കുമായിരുന്നോ? പിണറായി വിജയന്റെ മുമ്പിൽ വരുമായിരുന്നോ ഏതെങ്കിലും മത നേതാക്കൾ? നമ്മുടെ AP സുന്നിക്ക് ഇത്ര മന്ത്രി വേണം, EK സുന്നിക്ക് ഇത്ര മന്ത്രി വേണം, മുജാഹിദ് വിവാദത്തിന് ഇത്ര മന്ത്രി വേണം, ശിവഗിരി മഠത്തിന് ഇത്ര മന്ത്രി വേണം, NSSന് ഇത്ര മന്ത്രി വേണം, SNDPക്ക് ഇത്ര മന്ത്രി, ലത്തീൻ കത്തോലിക്കയ്ക്ക് ഇത്ര മന്ത്രി വേണം. ആരും പിണറായിയുടെ മുമ്പ് ഒരു മത നേതാക്കളും ചെന്ന് പറയുമായിരുന്നില്ല. അതെന്താണ്? നല്ല മനുഷ്യരെ നോക്കി എന്താണ് പ്രാതിനിധ്യം നോക്കി മന്ത്രിയാക്കും LDF സർക്കാർ. ഇത് അങ്ങനെയാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ അവർക്ക് അങ്ങനെ ജാതി വീതം വെച്ച് അങ്ങ് കൊടുക്കുകയാണ് സംഭവം. നമ്മളെ കേരളം എത്രത്തോളം മുന്നോട്ട് പോകുന്നത് ജാതി നോക്കിയാണ് മന്ത്രി തീരുമാനിക്കുക. ജാതി മതവും നോക്കി അത് സങ്കടകരമല്ല. ജാതി മതം ഓരോ സംഘടനയ്ക്ക് ഓരോ മന്ത്രികൾ. ശരി ഷാക്കിർ, ഞാൻ ശ്രീ പിന്നെ പറഞ്ഞ കാര്യത്തോട് യോജിക്കുകയാണ്. അതായത് ഞങ്ങൾ പിന്നെ CPMന്റെ ചരമഗീതം എഴുതുന്നില്ല. അദ്ദേഹം ഇത് യഥാർത്ഥത്തിൽ പിണറായി വിജയനും MV ഗോവിന്ദനും ചരമഗീതം എഴുതി കഴിഞ്ഞു. അത് ജനങ്ങൾ കയ്യടിയോടെ സ്വീകരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ മാത്രമല്ല ഒറ്റ സെക്കൻഡ് കരുണാകരൻ സാറിന്റെ സമയത്ത് ഈ നിങ്ങളെ UDFന് 11-12 സീറ്റ് ഓർമ്മയുണ്ടോ? ഏത് വർഷമായിരുന്നു അറിയാമോ? പിന്നീട് അദ്ദേഹം അടുത്ത തവണ 10-80 MLA-മായിട്ട് പിന്നീട് അധികാരം പിടിച്ചെടുത്ത ചരിത്രം അറിയാമോ? നിങ്ങൾ നസീർ കോൺഗ്രസ് ഇല്ല എന്ന് വിധി മടങ്ങി വന്ന് ഞാൻ കൃത്യമായി പറയാൻ നമുക്കുള്ളൊരു അഭിപ്രായം, CPM എന്ന പാർട്ടി നാമാവശേഷമാവണം എന്ന അഭിപ്രായമുള്ളയാളല്ല ഞാൻ. എൻ്റെ അഭിപ്രായം പറയാലോ. പക്ഷേ CPMന്റെ അടുത്ത കാലത്തുണ്ടായ ശൈലിയും അതിൻ്റെ ഒരു എന്താ പറയുക പ്രാകൃതമായിട്ടുള്ള രീതിയുമൊക്കെ അത് ഒരു മലയാളികൾക്കോ മനുഷ്യത്വത്തിനോ അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഓരോ സംഗതികളും നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വികസനം നോക്കിയിട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്തത്. ഞാൻ നിങ്ങളോട് വളരെ വിനീതമായി ചോദിക്കട്ടെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത് 2011 മുതൽ 2016 വരെ മാത്രം 5 വർഷം 7 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, പുതിയ താലൂക്കുകൾ, പിന്നെ കണ്ണൂർ എയർപോർട്ട്, ഇങ്ങനെ കൊച്ചി, ഇങ്ങനെ ഒരുപാട് സംഗതികൾ പദ്ധതികൾ തൊട്ട് കാണിക്കാൻ കഴിയും. ഇപ്പം നിങ്ങൾ പറഞ്ഞ വിഴിഞ്ഞം പോർട്ട് LDF കൊണ്ടുവന്നതാണ്. ഒരു പദ്ധതി ഞങ്ങൾ ഈ 7 വലിയ വൻകിട പദ്ധതികളോടൊപ്പം തന്നെ ഇഷ്ടംപോലെ പുതിയ 36 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, ഒരുപാട് സംഗതികൾ കൊണ്ടുവന്നു മനുഷ്യർക്ക് ഗുണകരമായ രീതിയിൽ. ഈ പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഗവൺമെൻറ് ഇതേപോലെ ഒരു പദ്ധതി ഒരു മിനിറ്റ് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞല്ലോ ചർച്ച കാണുന്ന ആളുകൾ ഒരു മിനിറ്റ്, അതായത് ഒരു പദ്ധതി പറയാൻ നവാസിനെ വെല്ലുവിളിക്കാൻ ഒന്ന് പറയൂ. 10 വർഷം ഭരിച്ചത് ആരാണ്? ഉമ്മൻചാണ്ടിയാ ഭരിച്ചത്. ഒരു പദ്ധതി പറയാൻ ഞാൻ പറഞ്ഞു 7 പദ്ധതികൾ ഞാൻ പറഞ്ഞു 7 പദ്ധതികൾ ഞാൻ പറഞ്ഞു. ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം ഉൾപ്പെടെ വലിയ പദ്ധതികൾ, കേരളത്തിലെ വലിയ മാറ്റമുണ്ടാക്കുന്ന പദ്ധതികൾ UDF കൊണ്ടുവന്നതാ. ശരിയാണല്ലോ. ഈ 10 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞു. ഈ 10 വർഷം കൊണ്ട് നിങ്ങളൊരു കാർഡടിച്ച് വെടിവെക്കല്ലേ, ഞങ്ങൾ ഇന്ന പദ്ധതി ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്ന് നടപ്പിലാക്കി എന്നൊന്ന് പറഞ്ഞു. ഒറ്റത് പറഞ്ഞു ഈ ദേശീയപാതയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ മന്ത്രി നിങ്ങൾ മുസ്ലിം ലീഗല്ലേ, നിങ്ങളുടെ മന്ത്രി മുനീർ സാഹിബ് പരസ്യമായിട്ട് പറഞ്ഞാൽ വേണമെങ്കിൽ മൊബൈൽ എടുത്ത് തരാം, സ്ഥലം ഏറ്റു കൊടുക്കാൻ കഴിയുന്നില്ല, വിട്ടുതരുന്നില്ല എന്ന് പറഞ്ഞ സമയം ഉണ്ടായിരുന്നു. ദേശീയപാത മുടങ്ങിക്കിടന്ന് നോക്കണം. അല്ല, ദേശീയപാത 2013 പ്രവർത്തനം ആരംഭിച്ച ദേശീയപാത ഇപ്പോഴും നിങ്ങൾ ഒന്ന് കാസർഗോഡ് തിരുവനന്തപുരം വരെ വരിക, ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. മാത്രമല്ല ദേശീയപാത നാഷണൽ അതോറിറ്റിയുടേതാണ്, അത് കേന്ദ്ര സർക്കാരിൻ്റെതാണ്. എന്തായാലും ഞാൻ ചോദിക്കട്ടെ, ആരാന്റെ ഗർഭത്തിന് അവകാശവാദം നിങ്ങൾ ഉണ്ടാക്കി? ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ 10 വർഷം ഈ കേരളത്തിൽ എന്താണ് കൊണ്ടുവന്നത്? ഒന്ന് പറ. ഞങ്ങൾ 5 പറഞ്ഞു. ഒന്ന് പറയട്ടെ. ഗർഭത്തിന് അവകാശവാദം ഉന്നയിക്കല്ലേ? ഒരു പദ്ധതി പ്രിയപ്പെട്ട കേരള സർക്കാരിന് പങ്കുണ്ട്. ഒന്ന് പറ. ആയിക്കോട്ടെ, ശരി. 10 വർഷം ഭരിച്ചിട്ട് 6 ലക്ഷം കോടി കടം വരുത്തിയിട്ട്
ഈ ഒരു പദ്ധതി മലയാളികൾക്ക് ഗുണകരമായ അടുത്തല്ലേ ഇരിക്കണം, കുറച്ച് ശബ്ദം കുറച്ച് പറയും. അല്ല അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പ്രിയപ്പെട്ട നസീർ ഒന്ന് പറ, ഞങ്ങൾ പിണറായി വിജയന്റെ സർക്കാർ 10 വർഷം കൊണ്ട് ഈ കൊണ്ടുവന്ന പദ്ധതി ഇതാ. കേൾക്കാൻ താല്പര്യം. താങ്കൾ ഇടപെടരുത്. ഇല്ല, ഈ 10 വർഷം ആരായിരുന്നു മുഖ്യമന്ത്രി സാർ? ഈ പിണറായി വിജയൻ തുറമുഖം എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത്? ഒന്നാം ഉദ്ഘാടനം, രണ്ടാം ഉദ്ഘാടനം എപ്പോഴാണ് ചെയ്തത്? മറുപടി പറയട്ടെ. രണ്ടാം ഘട്ട ഉദ്ഘാടനം 3 മാസം മുമ്പാണ് കഴിഞ്ഞത്. രണ്ടാം ഘട്ട ഉദ്ഘാടനം നിങ്ങൾ ചോദ്യം ഞാൻ വർഷം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, അല്ല ഉമ്മൻചാണ്ടി അല്ല. ആ പിണറായി വിജയൻ മനസ്സിലായില്ലേ? ഉദ്ഘാടനം അല്ല അല്ല, ഇനി നമുക്ക് ആ ചർച്ചയിലേക്ക് പോകേണ്ട. കാരണം ജനങ്ങൾ തള്ളിയതാണ്. ഒന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ, ഈ പ്രേക്ഷകർ കേൾക്കട്ടെ. 600 രൂപ പോലും പെൻഷൻ കൊടുക്കാൻ കഴിയാതെ നിന്ന UDF ഉമ്മൻചാണ്ടി ഇറങ്ങി പോകുമ്പോൾ കളവാണ് ഈ കളവാണ് ആളുകൾ തോൽപ്പിച്ചത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്. ഉമ്മൻചാണ്ടി പോയിട്ടുള്ളത് 65 ലക്ഷം പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുകയാണ്. 5 ലക്ഷം ആൾക്കാർക്ക് പവർ ഇല്ലാത്ത ആൾക്കാർക്ക് വീട് വെച്ച് കൊടുത്ത ULDF സർക്കാർ. ദയവ് ചെയ്തിട്ട് സർക്കാർ നിയമസഭയിൽ കൊടുത്തിട്ട് മറുപടി എങ്കിലും ഒന്ന് എടുത്ത് വായിച്ചു ഇതൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്താണ്. ഇതൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.